കണ്ണൂരിൽ 9 LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ലാതെ ജയം. സ്ഥാനാർത്ഥിയുടെ ഒപ്പ് വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ മലപ്പട്ടം കൊവുന്തലയിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. LDF സ്ഥാനാർത്ഥി M. ഷിഗിന എതിരില്ലാതെ ജയിച്ചു. കണ്ണപുരത്തും UDF പത്രിക തള്ളിയതിനെ തുടർന്ന് LDF സ്ഥാനാർത്ഥി എതിരില്ലാതെ ജയിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. റഹീസ്, ഇന്നലെ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജയം ഉറപ്പിച്ച 5-6 ഇടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുക കൂടി ചെയ്യുന്നതോടുകൂടി എതിരില്ലാതെ വിജയം ഉറപ്പിക്കുന്നുണ്ട്. അത് 9 ഇടത്താണ് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ് റഹീസ്? നിലവിൽ 9 വാർഡുകളിലാണ് കണ്ണൂരിൽ UDFന് എതിരില്ലാത്തത്. അതായത് മലപ്പട്ടം പഞ്ചായത്തിൽ 3 ഇടത്തും, ഒപ്പം തന്നെ കണ്ണപുരത്ത് 4 ഇടത്തും, ആന്തൂരിൽ 2 ഇടത്തും, ആന്തൂർ നഗരസഭയിൽ 2 ഇടത്തും നിലവിൽ LDFന് എതിരില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇവിടെയൊക്കെയും UDF സ്ഥാനാർത്ഥികൾ ഒന്നുകിൽ ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല, 6 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. മറ്റു 3 ഇടങ്ങളിൽ പത്രിക കൂടി 2 ഇടങ്ങളിൽ പത്രിക തള്ളുകയും ഒരിടത്ത് പത്രിക പിൻവലിക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് 9 ഇടങ്ങളിൽ LDFന് എതിരില്ല എന്നുള്ള സ്ഥിതി വന്നിട്ടുള്ളത്. ആന്തൂരിൽ നേരത്തെ തന്നെ ആന്തൂർ നഗരസഭയിലെ മോഴാറ, ഒപ്പം തന്നെ പൊടിക്കുണ്ട് വാർഡ്, ഈ 2 ഇടത്ത്, അതിൽ മൊറാരയിൽ K. രജിത, ഒപ്പം തന്നെ പൊടിക്കുണ്ടിൽ പ്രേമരാജൻ, ഇവർ 2 പേരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മലപ്പട്ടണത്ത് ഇന്ന് UDF സ്ഥാനാർത്ഥിയുടെ ഒരു പത്രിക കൂടി തള്ളിയിട്ടുണ്ട്. അപ്പോൾ കൊവുന്തലയിലെ പത്രിക തള്ളിയതോടുകൂടി അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് MV ഷിഗിന മാത്രമാണ് മത്സരിക്കുന്നത്. അങ്ങനെ അവിടെയും മലപ്പട്ടണത്ത് നിലവിൽ 3 ഇടങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ള സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കണ്ണപുരത്താണ് 4 ഇടങ്ങളിൽ LDFന് എതിരില്ലാത്തത്. കണ്ണപുരത്ത് നേരത്തെ തന്നെ 2 ഇടങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല, ആരും പത്രിക നൽകിയിരുന്നില്ല. പക്ഷെ അതിന് പിന്നാലെ 2 ഇടങ്ങളിൽ കൂടി ഇപ്പോൾ UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഒന്നിൽ സ്ഥാനാർത്ഥിയുടെ തന്നെ ഒപ്പിലുണ്ടായ പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടി പത്രിക തള്ളിയതോടുകൂടി നിലവിൽ 9 ഇടങ്ങളിൽ പത്രിക തള്ളിയിട്ടുണ്ട്. പത്രിക പിൻവലിക്കാനുള്ള ദിവസം ഇനിയും ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പത്രിക ഈ സ്ഥലങ്ങളിലൊക്കെ തള്ളും എന്നുള്ള വിവരം കൂടി, അല്ലെങ്കിൽ അത് പിൻവലിക്കപ്പെടും, ചിലത് സൂക്ഷ്മ പരിശോധനയിൽ തള്ളാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. എന്തായാലും കണ്ണൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്ര സ്ഥലങ്ങളിൽ LDFന് എതിരില്ലാത്ത സാഹചര്യമില്ല. എന്നിരുന്നാലും ഇപ്പോൾ അത് 2 അക്കത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ തന്നെ 9 ഇടങ്ങളിൽ എതിരാളികളില്ല. ഇതിൽ തന്നെ പല വാർഡുകളിലും BJP എതിരാളികൾ മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് LDFന് അവിടെ എതിരാളികൾ ഉള്ളത്. UDFന്റെ സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥലം ഇതിൽ കൂടുതലുണ്ട്. TK. ശരി, മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കണ്ണൂരിൽ 9 ഇടത്താണ് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാതെ ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ 6 ഇടത്ത് എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. 2 പേരുടെ പത്രിക തള്ളിപ്പോയി. ഏറ്റവും ഒടുവിലായ ഒരു സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുക കൂടി ചെയ്തതോടുകൂടി 9 ഇടത്ത് എതിരില്ലാതെ LDF ജയം സ്വന്തമാക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.